കഴിഞ്ഞ ദിവസം ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുല്യയുടെ ഭർത്താവ് സ്ഥിരം ക്രിമിനലാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ കൂടുതൽ വിശദാംശങ്ങൾ? അതുല്യയുടെ ഭർത്താവ് ക്രിമിനലാണെന്ന് നമുക്ക് ഇന്നലെ അയാളുടെ ബൈറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അയാൾ അതിവിദഗ്ധമായി കള്ളം പറയുന്നു. നമ്മളതിനകത്ത് കണ്ടതാണല്ലോ. ഇയാൾ പറയുന്നത് എൻ്റെ മോളെ എന്നാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണുമ്പം വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ അതുല്യയുടെ വീട്ടുകാരെ തല്ലാൻ ഗുണ്ടകളുമായി രാത്രി എത്തി. അതോടൊപ്പം തന്നെ വെളുപ്പിന് ഇയാൾ മതിൽ ചാടി. സതീഷ് നാട്ടിൽ പ്രശ്നക്കാരനെന്ന അയൽവാസികൾ പറയുന്നു. മദ്യപിച്ച് അലമ്പുണ്ടാക്കിയതിന് ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് താക്കീത് ലഭിച്ചത് പലതവണ. ഭാര്യയെ സംശയരോഗം മൂലം പൂട്ടിയിട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതുല്യ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങൾ. ഇപ്പോൾ ഈ സൈക്കാട്രിസ്റ്റുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ സൈക്കോളുടെ ഒരു പ്രത്യേകത, ഇത്തരത്തിൽ സൈക്കോ തരങ്ങൾ കാണിച്ച് ഇവരെ ക്രൂരമായി ഉപദ്രവിച്ച ശേഷം അമിതമായി സ്നേഹിക്കുന്നതായി അഭിനയിക്കും. അതായത് മാപ്പ് പറയും, കാലിൽ വീഴും, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമാണ് ഈ അത്തരത്തിലുള്ളൊരു സൈക്കോയാണ് ഇയാളെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കാരണം അപ്പോൾ ഈ പാവം പെൺകുട്ടി വിചാരിക്കും, അയ്യോ ഇയാൾ അന്നേരം ഉണ്ടായ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്, ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വേറെയുണ്ടോ. അതുമാത്രമല്ല ഭയങ്കരമായ വൈകൃതങ്ങളുടെ ഉടമയായിരുന്നു ഇയാൾ. അടിവസ്ത്രമൊക്കെ ഊരി എറിയുക, മൂത്രമൊഴിക്കുക, മൂത്രം കുടിപ്പിക്കുക, അങ്ങനെയൊക്കെ വളരെ വൈകൃതങ്ങൾ നിറഞ്ഞ ഒരാളാണ്. നമുക്ക് ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ കത്തിയൊക്കെ എടുത്തിട്ട് വെച്ച് കാണിക്കുന്ന ഇത്. അപ്പോൾ മദ്യപാനിയും കടുത്ത സംശയരോഗിയും എന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. നാട്ടിലായാലും ഗൾഫിലായാലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു എപ്പോഴും നടത്താം. നാട്ടിൽ ഗുണ്ടകളുമായി അടക്കം കണക്ഷൻ ഇയാൾക്കുണ്ട്. ഇയാളുടെ മറ്റൊരു പ്രത്യേകത, ഇയാൾക്ക് വലിയ ശമ്പളമുള്ള ജോലിയാണ്. അതുകൊണ്ട് പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പുലർച്ചെ അതുല്യയുടെ വീട്ടുകാരെ തല്ലാൻ ഗുണ്ടകളുമായി എത്തിയ ചരിത്രമുണ്ട് ഇയാൾക്ക്. ജോലി സ്ഥലത്ത് നിരന്തരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കാറുണ്ട്. ഒരുപാട് തവണ താക്കീത് ലഭിച്ചിട്ടുണ്ട്. അതുല്യയുടെ അച്ഛനോടും അമ്മയോടുമുള്ള സതീഷിൻ്റെ പെരുമാറ്റവും ക്രൂരമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു മരുമകനാകുമ്പോൾ പിന്നെ അവർക്ക് സ്വന്തം മകളെ ഇത്തരത്തിൽ അയാളുടെ കൂടെ വിടുന്നത് എന്തിനാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ സതീഷിൻ്റെ വീട്ടുകാരുമായും ഇയാളുടെ വീട്ടുകാരുമായി ഇയാൾക്ക് അകലം പാലിച്ചിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഉദ്ധവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, അവരുടെ അമ്മയുടെ ഒരു ബൈറ്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ എൻ്റെ മകനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ച രീതിയിലാണ്. അവൻ ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കണം. ഒരു പെറ്റ അമ്മ സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളെ ജീവിതത്തിൽ നമ്മളെ മറ്റാരും അംഗീകരിച്ചില്ലെങ്കിലും, നമ്മളെത്ര വൃത്തികെട്ടവനാണെങ്കിലും, എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും നമ്മളെ സ്വന്തം മകൻ എന്ന് കരുതിയിട്ട് അംഗീകരിക്കുന്ന ലോകത്ത് ഒരേ ഒരാൾ പെറ്റ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ പോലും ഒരു പക്ഷേ നമ്മളെ തള്ളിപ്പറയും. പക്ഷെ അവിടെ പെറ്റ അമ്മ ഈ പറഞ്ഞ ആളെ സതീഷിനെ കുറിച്ച് പറയുകയാണ്, അവനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളുടെ കുടുംബമായിട്ട് അവന് 4 വർഷമായിട്ട് ഞങ്ങൾ ബന്ധമില്ല, അവിടെ പോയി അവിടെ ജീവിച്ച് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി ഞങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാറില്ല, അവൻ അത്രമാത്രം ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവൻ ഇങ്ങോട്ട് വരാറുമില്ല എന്ന് അത്രയും തള്ളി പറഞ്ഞു. ആ അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവനെ അത്ര വലിയ ക്രിമിനലാണെന്നുള്ളത്. എന്നിട്ട് ഇവൻ ഇന്നലെ വേശിയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇന്നലെ എന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവൻ ബൈറ്റ് കൊടുക്കുമ്പോൾ ഇവൻ്റെ മുഖഭാവങ്ങളിൽ ഒരിടത്ത് പോലും ഇവന് ഒരു എന്താ പറയുക, ആ വൈഫിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവുമായിരുന്നു. അതിൻ്റെ ഒരു ലാഞ്ചന പോലും അവൻ്റെ ശരീരഭാഷയിലോ അവൻ്റെ സംസാരത്തിലോ ഒരു സ്ഥലത്ത് പോലില്ല. അവൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അവൻ പറയാണ്, ഞാൻ ഇങ്ങനെ മദ്യപിക്കാറുണ്ടായിരുന്നു, വെള്ളിയാഴ്ച ദിവസം കുപ്പിയെടുത്തിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി. ഇപ്പോൾ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവൾ സ്ഥിരമായിട്ട് എന്നെ വിളിക്കും. അവൾ അകത്തുനിന്ന് പൂട്ടിയ വാതിലാണ് ഞാൻ വരുമ്പോഴേക്ക് തുറന്നു കിടക്കുന്നത്. ഞാൻ പോയപ്പോൾ ഇവൾ സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്നപ്പം ഇവൾ സ്ഥിരം വിളിക്കുന്ന വിളിയാണല്ലോ, ഞാൻ കട്ട് ചെയ്ത് വിട്ടു. പിന്നീട് ഒരു വീഡിയോ കോൾ വന്നു. വീഡിയോ കോളിൽ ഇങ്ങനെ കണ്ടു, അവൾ ഫാനിൽ കയറിട്ടേക്കുന്നതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തന്നു. ഞാൻ പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്ക് അവൾ തൂങ്ങി നിൽക്കുന്ന കണ്ടു. ഞാൻ അപ്പം തന്നെ എമർജൻസിയിൽ വിളിച്ചു. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീട് പോലീസിനടുത്ത് ഞാൻ ഇതേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് 3 ആൾ പിടിച്ച അനങ്ങാത്ത കട്ടിൽ നീങ്ങി ഇവിടെ കിടക്കുന്ന കണ്ടു. ഒരു ബട്ടൺ അവിടെ കിടക്കുന്നുണ്ട്. ഇവൻ ഏത് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നതോ? ഈ കേൾക്കുന്ന ആളുകൾക്കൊന്നും ഇത് മനസ്സിലാവൂലേ? ഇവൻ ചെയ്ത ക്രൂരതയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് മുന്നിൽ തെളിവായി കിടക്കുകയാണ്. ഇവൻ ആ പെൺകുട്ടിയുടെ ഇവൻ്റെ അടിവസ്ത്രം ഉരുയിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്തെറിയുക, ആ പെൺകുട്ടിയുടെ മുഖത്ത് മൂത്രം ഒഴിക്കുക, ഇവൻ്റെ വിനോദങ്ങളാണ്. ഇവൻ ക്രിമിനൽ എന്നല്ല, ഇവൻ സൈക്കോയുടെ അങ്ങേ അറ്റത്താണ്. ഷമ്മി ഹീറോയാണെന്ന് പറയുന്നതിൻ്റെ 4 ഇരട്ടി ആണ് ഇവൻ. 4 ഷമ്മി ചേർന്നതാണ് ഇവൻ.
എന്നിട്ട് ഇവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ട് അഭിനയിക്കും. നേരത്തെ ബിൻചേട്ടൻ പറഞ്ഞില്ലേ ചില സൈക്കോകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളത്. അവർ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന സമയത്ത് വളരെ ഇതായിട്ട് ഉപദ്രവിക്കും. അതിനുശേഷം ഇവർ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഇറുക്കി പിടിച്ച് സ്നേഹിച്ച് ഞെക്കി കൊന്നുകളയും. അതാണ് ഇവന്മാരുടെ പൊതുവുള്ള സ്വഭാവം. അപ്പോൾ എന്താ ഈ സ്ത്രീകളുടെ മനസ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്നേഹം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർ ഉപദ്രവിച്ചവനാണെങ്കിൽ പോലും അവരത് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിച്ച് ഇവൻ്റെ കൂടെ നിന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് നാളെ ഈ ജീവിതത്തിൽ നല്ലൊരു ജോലി കിട്ടിയിട്ട് ആ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഉടുപ്പും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് കൂട്ടുകാരിയുടെ അടുത്തും വീട്ടിലുമൊക്കെ പറഞ്ഞ് ഞാൻ നാളെ ജോലിക്ക് കയറുകയാണ്, അതിൻ്റെ സന്തോഷം പങ്കുവെച്ച ഒരു പെൺകുട്ടി അന്ന് രാത്രി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഇവൻ അതിൻ്റെ ഇടയിൽ എന്തോ ക്രൂരമായ ഒരു പീഡനം കൊടുത്തിട്ടുണ്ട്, ഇവൻ എന്തോ മാനസികമായിട്ട് ആ കുട്ടിയെ വലിയ സംഘർഷത്തിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ നാളെ ജോലിക്ക് കയറാൻ പോകുന്ന എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിക്കുന്ന രീതിയിൽ ഇവൻ എന്തോ ഇടപാട് അതിനിടയിൽ നടത്തിയിട്ടുണ്ട്. ആ രാത്രിയിൽ സംഭവിച്ചത് എന്ത് എന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ മരണത്തിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ കൊലപാതകം എന്ന് തന്നെ പറയണം, ഈ മരണത്തിൽ ഇവനുള്ള പങ്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവൻ എന്നിട്ട് ഹരിശ്ചന്ദ്രൻ ചമയാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ബൈറ്റ് കൊടുക്കുക. നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് അടുത്ത നിമിഷം ഭർത്താവ് മാധ്യമങ്ങളുടെ മുന്നിൽ ഞെളിഞ്ഞ് നിന്നിട്ട് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ അവളെ ഉപദ്രവിക്കാറുണ്ടെന്ന് അവൻ വലിയ ക്രെഡിറ്റ് പോലെ പറയാണ്, ഞാൻ അവളെ ഉപദ്രവിക്കാറുണ്ട്, അവൾ എൻ്റേതാണെന്ന്. ആര് പറഞ്ഞു എൻ്റേതാണെന്ന്? നീ എഴുതി ഒപ്പിട്ട് വന്നിട്ട് മറ്റേ പണം കൊടുത്ത് വാങ്ങിച്ചതല്ലോണ് എൻ്റേതാണെന്ന് പറയുന്നത്. ഒരു മനുഷ്യനാണത്, അവർക്കുമുണ്ട് അവരുടേതായ ജീവിതങ്ങൾ, അവരുടേതായ ചിന്തകൾ. അതിനപ്പുറത്തേക്ക് ഞാൻ അവളെ ഉപദ്രവിക്കാറുണ്ട്, അത് എൻ്റേതാണ് എന്ന് കരുതിയിട്ടാണ്. ആ ഉപദ്രവിക്കാറുണ്ട് എന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ ഇവനെ പിടിച്ചകത്തിടാവുന്നേ ഉള്ളൂ. കാരണം ഇവൻ കുറ്റസമ്മതം നടത്തുകയാണ് ഇത് ഞാൻ അവരെ ഉപദ്രവിക്കാറുണ്ടെന്ന്. ഇവൻ ആരോ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ഇവൻ്റേതായ കുറേ ചിന്താഗതിയിൽ ഇവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇവൻ ആളാവാൻ ശ്രമിക്കുകയാണ്. ഇവൻ കൊടും ക്രിമിനലാണെന്നതിൻ്റെ തെളിവുകളാണ് ചേട്ടൻ നേരത്തെ വായിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾ കുറേ സ്വന്തം സഹോദരൻ ഉൾപ്പെടെ കുറേയേറെ പേരെ കൊലപ്പെടുത്തി, പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ അതെ, അവൻ്റെ ഉമ്മ പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് അറിയാതെ മറിഞ്ഞു വീണതാണെന്നാണ് പറഞ്ഞത്. കാരണം ഇവൻ തള്ളിയിട്ടതാണെന്ന് അറിയാം. സ്വന്തം അമ്മ പോലും അങ്ങനെയാണ് പറയുന്നത്. ഇത്രയും കൊലപാതകം നടത്തിയ മകൻ തന്നെ ആക്രമിച്ചിട്ടും താൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് പറയുന്ന അമ്മമാരാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ സ്വന്തം അമ്മ പോലും, ഇവൻ്റെ അമ്മ പോലും പറയുന്ന 4 വർഷത്തോളമായി വിളിച്ചിട്ട് അതിനെപ്പോലും ഇവൻ മാർക്കറ്റ് ചെയ്തു. അതായത് ഇവൻ പറഞ്ഞത് അതുല്യ പറഞ്ഞതുകൊണ്ടാണ് അമ്മയെ പോലും എനിക്ക് വിളിക്കാൻ കഴിയില്ലായിരുന്നു, എല്ലാവരും എൻ്റെ കുടുംബക്കാരെയും ബന്ധുക്കളെയും എല്ലാം അകറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അമ്മ പറഞ്ഞ് ഒരു ഭാര്യ പറഞ്ഞെന്നും പറഞ്ഞൊരു മകൻ അമ്മയെ വിളിക്കാതിരിക്കുമോ? അതൊക്കെ ചുമ്മാ ഇവൻ്റെ തട്ടിപ്പാന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും ഈ സതീഷിൻ്റെ പെരുമാറ്റം വളരെ മാനസിക പ്രശ്നമുള്ളതാണ്. ഈ പെൺകുട്ടി വീട്ടിൽ പിണങ്ങി കഴിയുന്ന സമയത്ത് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഗുണ്ടകളുമായി വന്നു. അവസാനം ആരോ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടപ്പോൾ എല്ലാവരും കൂടെ മതിലിയാടുന്ന സംഭവമാണ് കണ്ടതെന്ന് അയൽക്കാർ പറഞ്ഞു. അപ്പോൾ ഷാർജയിൽ ആദ്യം ജോലി ചെയ്ത കമ്പനിയിലും സതീഷ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഓഫീസിൽ നിന്ന് പലതവണ താക്കീത് ലഭിച്ചു. ഒപ്പം ജോലി ചെയ്തയാൾ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇക്കാര്യമൊക്കെ. മദ്യപിക്കുന്ന സ്വഭാവമുള്ളതാണ്, മദ്യപിച്ച് ക്യാമ്പിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഡ്യൂട്ടിക്ക് കൃത്യമായി എത്തില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒപ്പം ജോലി ചെയ്തയാൾ പറയുന്നു നിരവധി പ്രശ്നങ്ങൾ നേരിട്ട് അതുല്യ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വിരളമാണെന്നാണ് പറയുന്നത്. കാരണം 11 വർഷം ഇത് സഹിച്ച ഒരു പെൺകുട്ടി ഒരു നിമിഷം കൊണ്ട് പിറ്റേന്ന് ജോലിക്ക് വേണ്ടി വസ്ത്രങ്ങളും തയ്യാറാക്കി അനിയത്തെയും വിളിക്കുന്നു, കൂട്ടുകാരിയും വിളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന അതുല്യ എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ചേട്ടാ, ഇതിനകത്ത് വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പെൺകുട്ടിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ഇവൻ ഈ പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നത്. ഈ സതീഷ് 19 വയസ്സായി. ഈ പെൺകുട്ടി പരമാവധി ഒഴിവാക്കി വിട്ടൊരു കേസ് 19 വയസ്സായപ്പോൾ അവൻ്റെ അമ്മയും വീട്ടുകാരെയും കൂട്ടിയിട്ട് ഇവരുടെ വീട്ടിൽ വന്നിട്ട് കരഞ്ഞ് കയ്യെ കാലെ പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് നടത്തിയ ഒരു കല്യാണമാണിത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നോക്കുമ്പോൾ കുഴപ്പമില്ല, ഇവന് ഗൾഫിൽ ജോലിയുണ്ട് എന്നുള്ളത്. നമ്മളെ ഈ മറ്റേ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ ഗൾഫ്, എൻ്റെ മകള് ഗൾഫിലാണ് എന്ന് പറയുമ്പോൾ ആ മകളുടെ സുരക്ഷ എന്താണ്, അവളുടെ ഭാവി എന്താണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.